ഗൈസ് അപ്പോൾ കായ്പുറത്താണ് ലൊക്കേഷൻ എത്തിയിരിക്കുന്നത്. ഇവിടെ നേരെ വണ്ടി പിക്കപ്പ് ചെയ്യാനായിട്ട് നടക്കുവാണ്. പക്ഷെ അധികം അങ്ങോട്ട് നടക്കാനുണ്ട്. ഏകദേശം 20 രൂപയായി ചേർത്തല ഇന്ന് കൂടെ കായ്പുറം വരെ പ്രൈവറ്റ് ബസ്സിനാണ് വന്നിറക്കിയത്. ഇവിടെ നേരെ നടന്ന് കസ്റ്റമറുടെ വീട്ടിലേക്ക് എത്തുന്നു. ഏകദേശം ഒരു 800-850 മീറ്റർ നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പം ഓട്ടോ എടുക്കാനായിട്ടുള്ള അവൈലബിലിറ്റി ഇല്ല, അതുകൊണ്ട് നടന്ന് എത്തുന്നു. ഇപ്പോൾ ഒരു അമ്പലം എത്തുന്നുണ്ട്. അവിടെ വായന നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ബാക്കിൽ അവിടെ മരം വെട്ടുന്നുണ്ട്, അതിൻ്റെ ആണ് ഈ മെഷീൻ സൗണ്ട്. ലൊക്കേഷൻ പറഞ്ഞ അനുസരിച്ച് വെച്ച് ഇവിടെ ചെല്ലാൻ നേരത്തെ ലെഫ്റ്റ് സൈഡിൽ ഒരു കമ്പനി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കയറുക. അപ്പം അടുത്തൊരു റോഡിലേക്ക് കയറും. അവിടെ നേരെ കിഴക്കോട്ട് നടക്കാൻ നേരത്ത് 2 ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. ഒരിടവഴിയാണ്. അങ്ങോട്ട് കയറി ചെല്ലാൻ നേരത്താണ് കസ്റ്റമറുടെ വീട്. ഞാനിപ്പോൾ ഏകദേശം 1 കൊല്ലമായി ഈ ഫീൽഡിൽ. അപ്പോൾ ഇപ്പോൾ ഒരു ബ്ലൂയിഷ് കളറായി. ഏരിയ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും കളറ് മാറുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെട്ടം കൂടും, ഇവിടെ നിന്ന് വെട്ടം കുറയും. ഓക്കെ, അങ്ങനെ കസ്റ്റമർ പറഞ്ഞതനുസരിച്ചുള്ള ലൊക്കേഷനിൽ ഒരു ലാൻഡ് മാർക്കിലെത്തിയിട്ടുണ്ട്. ഒരു കമ്പനി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി കിടക്കുന്ന ഒരു ഇടവഴി കൂടി കയറി അപ്പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓൾട്ടോ പിക്ക് ചെയ്യാൻ പോകുന്ന ഒരു ജേണിയാണിത്. ചേർത്തലയിൽ വളരെ അപൂർവം സ്ഥലങ്ങളിൽ കാണാൻ വരുന്നുണ്ട്. ഇത് റബ്ബർ തോട്ടം കുറച്ച് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അതുപോലെ കുറച്ച് റബ്ബർ തോട്ടം ഇവിടെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇടവഴികളിൽ ചെന്നെത്തുമ്പോൾ മനോഹരമായ റിലാക്സേഷൻ നമ്മുടെ മൈൻഡിന് തരും. കൊള്ളാം, നല്ല രസമില്ലേ? നടുക്കൊരു ആമ്പലൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. ചെറിയ ആമ്പൽ പോലത്തെ ചെറിയൊരു പാടമാണിത്. ഇവിടെ പിള്ളേർ കട്ട് പോസ്റ്റൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് ഗ്രൗണ്ടാണ്. ചെറിയ പാടം പറ്റാൻ നേരത്ത് കട്ട് പോസ്റ്റ് കളിക്കണം ഗ്രൗണ്ടാന്ന് തോന്നുന്നു. പാടം ഇടവഴി നൈസാണ്. ബാക്ക്ഗ്രൗണ്ട് നോക്കി ഇങ്ങനെ നടന്നു പോകുന്നു. ഇപ്പം നേരെ നമ്മൾ എത്താൻ പോകുന്ന അടുത്തൊരു മെയിൻ റോഡിലേക്കാണ്. അവിടെ ചെന്നിട്ട് വേണം അടുത്തൊരു ലാൻഡ് മാർക്ക് നോക്കി പോവാൻ. അങ്ങനെ പോകുമ്പോൾ അടുത്ത ഏരി കിട്ടും. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്താണ് ചീരകൃഷിയാണ്? ചീര, പയറാണോ വെണ്ടയാണോ? നമ്മളിപ്പോൾ കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് എത്തുന്നു. അവിടുന്ന് ഓൾട്ടോ പിക്ക് ചെയ്യുന്നു. നേരെ സർവീസ് സെൻ്ററിൽ പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഓൾട്ടോ പിക്ക് ചെയ്യാൻ വന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തിയിട്ട് നമ്മുടെ ഓൾട്ടോ പിക്കപ്പ് ചെയ്തുകൊണ്ട് റിട്ടേൺ പോരുവാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഓൾട്ടോ വരുന്നു, ബസ് കയറുന്നു, ഓൾട്ടോ പിക്ക് ചെയ്യാൻ വരുന്നു, സ്ഥലമൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പുതിയ ഓരോ കസ്റ്റമറുടെ വീട്ടിലെത്തുമ്പോഴും പുതിയ അനുഭവങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പുതിയ വഴികൾ അൺലോക്ക് ആവും. പിന്നെന്താ, പുതിയ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും. വഴി ചോദിച്ച് പോവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.